അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. തട്ടിപ്പിൽ ബാങ്ക് ജീവനക്കാരുടെ പങ്കും അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ചമ്പത് റായ് രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ അടക്കം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉള്ളത്. മീൻസ് കേസെടുക്കണമെന്ന ആവശ്യം അടക്കം ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് അടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ? അയോധ്യയിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. വിരമിച്ച ശേഷം അദ്ദേഹം ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഭാഗമാകുകയും അതിനുശേഷം അവിടെ ഈ എണ്ണുന്ന സംഭാവന എണ്ണുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം 5 ബാങ്ക് ജീവനക്കാരെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ ആ 5 പേരിലേക്കാണ് അന്വേഷണം നീണ്ടിരിക്കുന്നത്. ഇവർ നിരന്തരമായി തന്നെ ആ ക്ഷേത്രത്തിൽ നിന്നും പണം തട്ടുന്നത് CCTVയിൽ ഉൾപ്പെടെ വന്നിരുന്നു. അതോടൊപ്പം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ CCTV പലതവണ മറച്ച ശേഷമായിരിക്കും ഈ തട്ടിപ്പ് നടന്നതായും ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് SITയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, ഈ ലക്ഷക്കണക്കിന് രൂപ വരുന്ന അവിടുത്തെ കാണിക്കായി ഇവർ ശുചിമുറിയിലെത്തിച്ച് ശൗചാലയത്തിലെത്തിച്ച ശേഷമായിരുന്നു പുറത്തേക്ക് കടത്തിയിരുന്നത് എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആരോപണം വരുന്നത്. ഇങ്ങനെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതോടൊപ്പം തന്നെ ഈ ഉന്നതരുടെ അറിവോടുകൂടിയാണോ ഈ തട്ടിപ്പ് എന്നതിനെക്കുറിച്ചും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതരിലേക്ക് ഈ കേസ് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ കേസ് ഉന്നതരിലേക്ക് എത്തില്ലെന്നാണ്. പ്രധാനപ്പെട്ട ഇന്നലെ VHPയുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ തന്നെ ഉപാധ്യക്ഷനായ ചമ്പത് റോയ് അടക്കമുള്ളവരാണ് ഈ ക്ഷേത്രം നിയന്ത്രിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇന്നലെ രാജിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉന്നതരിലേക്കെല്ലാം എത്താനുള്ള സാധ്യത കുറവാണ്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്ത് അത് 1960 മുതൽ തന്നെ അതിൻ്റെ നേതാവായിരുന്നു. RSSലൂടെയെല്ലാം വന്ന ചമ്പത് റോയ് RSSൻ്റെ നേതൃത്വവുമായി BJPയുടെ നേതൃത്വവുമായെല്ലാം വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ നേതാവിലേക്ക് ഈ അന്വേഷണം എത്തില്ല. ആ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരെയും എല്ലാം അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിട്ടുണ്ട്. BJP നേതാക്കളുമായി ബന്ധമുള്ള ചമ്പത് റോയെ സംരക്ഷിക്കാനുള്ള വലിയ ശ്രമം BJP നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് 5 പേരിലേക്കും കൂടുതൽ അന്വേഷണം നീളുന്നുണ്ട്. അറസ്റ്റ് ചെയ്തവർ ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. അവരെ ഇനി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം കടക്കുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.